ഹലോ, ഗുഡ് മോർണിംഗ്. റിലാക്സ്ഡ് ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. തിരക്കുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോയാൽ എല്ലാവർക്കും ഒന്നും കൂടെ വെൽക്കം. അപ്പോൾ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഞാനൊരു ചായ ആയിട്ട് ഉമ്മറത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് അച്ഛമ്മയോട്, അച്ഛമ്മ എന്താണ് രാവിലെ പത്രമൊക്കെ വായിച്ചോ? ആ, അവർ അവിടെ എത്തി. അവർ തൊഴുതോണ്ടിരിക്കുക ഇന്ന് രാവിലെ. അങ്ങനെ അച്ഛമ്മയോടൊക്കെ കുശലാന്വേഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ ചെടികളൊക്കെ നല്ല തളർത്ത് പൂത്തൊക്കെ നിൽപ്പുണ്ട്. കാരണം ഇപ്പം സമ്മർ ആണെങ്കിലും ഇടയ്ക്കൊക്കെ മഴ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചെടിക്കൊന്നും ഒരു വാട്ടമില്ല. അങ്ങനെ ചായയൊക്കെ എടുത്ത് അടുക്കളേൻ്റെ ബാക്ക് സൈഡിൽ വന്ന് നോക്കിയപ്പോഴാണ് അമ്മയും പാർവതി ചേച്ചിയും കൂടെ ചക്ക മുറിക്കുന്നു. അയ്യോ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചക്കയ്ക്കും മാങ്ങയ്ക്കും വേണ്ടിയിട്ടാണല്ലോ, പ്രത്യേകിച്ച് ഈ വേനലവധി സമയത്ത് ഇത് രണ്ടും നമ്മുടെയൊക്കെ ഫേവറേറ്റ് സാധനമാണല്ലോ. അങ്ങനെ അമ്മ ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചക്ക റെഡിയാക്കുകയാണ്. ആ റെഡിയാക്കുന്ന കൂട്ടത്തിൽ ഞാൻ നല്ലോണം ആ സമയത്ത് തന്നെ അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാമെന്ന് കരുതി അങ്ങനെ നേരെ കുളിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ കുളിച്ചൊക്കെ നല്ല റെഡിയായി സുന്ദരക്കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് നോക്കിയപ്പോൾ അച്ഛമ്മ ചായ കുടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കൂട്ടത്തിൽ കമ്പനി കൊടുക്കാനായിട്ട് ഞാനും കൂടെ കയറി കേട്ടോ. അങ്ങനെ മസാല ദോശയൊക്കെ അടിച്ച് കയറ്റിയതിന് ശേഷം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ അടുത്താണ് അരുണേട്ടൻ്റെ തറവാട്ട് വീട്, അവിടെയാണ് ഇളയച്ചനും ഇളയമ്മയും താമസിക്കുന്നത്. എന്നാൽ പിന്നെ അവരെ ഒന്ന് പോയി കാണാതെ എഴുതി അങ്ങനെ ഞാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നടന്നു പോകാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ചൂട് കാരണം നടക്കാൻ തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ 2 വീലർ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ വേർത്ത് കുളിച്ചിട്ട് നാട്ടിലെത്തുമ്പോൾ ഇതാണ് അവസ്ഥ. എന്നാലും കുഴപ്പമില്ല, ഇപ്രാവശ്യം സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അരുണേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. നല്ല ഇത് മുഴുവൻ വയലാട്ടോ. നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം. അതാണ് ഇളയച്ചൻ്റെ വീട്. ഇവരുടെ തറവാട് അവിടെയായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഇങ്ങനത്തെ വീടൊക്കെ വെച്ചത്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ വെയിൽ പറയുന്നത്. അപ്പോൾ ഇളയച്ചൻ്റെ അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതെടുത്തങ്ങ് കഴിച്ചു. കാരണം ഇതിപ്പോൾ ചൂടായിരുന്നു. ലൈഫാണോ അതോ വാട്ടർ ഈറ്റിൻ്റെ ഡേ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം തീറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ ഐസ്ക്രീമൊക്കെ തിന്ന് കുറച്ചൊരു ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന്. കാരണം നല്ല ചെടികളൊക്കെ അച്ഛൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ആ സ്കേർട്ട്, ഇത് സ്കേർട്ട് എൻ്റെ അല്ല, അമ്മേൻ്റെ സ്കേർട്ട്. അതുകൊണ്ട് സ്കേർട്ടിൻ്റെ ഒരു ഭംഗി, നല്ലൊരു ഭംഗിയുള്ള സ്കേർട്ട്. അങ്ങനെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള സമയം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഡേ ഇൻ മൈ ലൈഫാണോ അത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണോ? ശരിക്കും പറഞ്ഞല്ല, തെറ്റിദ്ധരിക്കേണ്ട, ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. നാട്ടിലായ ഇത് തന്നെയാണ്. കാരണം നമ്മൾക്കൊന്നും ജോലിയുണ്ട്. അമ്മയൊക്കെ ഇങ്ങനെ ടൈം ടു ടൈം നമുക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരും കേട്ടോ. ഇത് വെക്കേഷന് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. അങ്ങനെ ചോറും പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ വലിയ ഒരുപാട് കറികളൊന്നുമില്ല. കാരണം അരുണേട്ടനും ആമിയും അച്ഛനും ഒക്കെ മലയ്ക്ക് പോയൊക്കെ ഉള്ളത് നോൺ വെജ് ഒന്നും തന്നെ ഇല്ല, എല്ലാം വെജ് തന്നെയാണ്. പിന്നെ അവരില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് കറികളൊന്നുമില്ല. ഒരു ഒഴിച്ച് കറി, ഉപ്പേരിയും അച്ചാറും ഒക്കെ ഉള്ളൂ. അങ്ങനെ അതൊക്കെ അടിച്ച് കയറ്റിയതിന് ശേഷം ഞാൻ അവിടെ വെറുതെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് അമ്മ അടുത്തത് തിന്നാനായിട്ട് കൊണ്ടുവന്നത്. നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പപ്പായ, നല്ല പഴുത്ത പപ്പായ. അമ്പോ എന്താ ടേസ്റ്റ്, എന്താ മധുരമായിരുന്നെന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് ഞാൻ പാത്രത്തിൽ ഇട്ട് തരാം, നീ ഫേഷ്യൽ ചെയ്തോന്ന് പറഞ്ഞ് അമ്മ ഇട്ട് തരുമായിരുന്നു. ഞാനും വിചാരിച്ചു ശരിയാ, കരിവാളിച്ചിരിക്കുകയല്ലേ, ഇതൊക്കെ നാച്ചുറൽ പപ്പായ ഫേഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ പോയി ചെയ്യുന്നതൊക്കെ എന്താണെന്ന് പോലും അറിഞ്ഞുള്ളൂ. ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ ഒറിജിനൽ സാധനം തന്നെയാണല്ലോ. അങ്ങനെ കുറച്ച് തിന്നുകയും കുറച്ച് മുഖത്തും തേച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പപ്പായ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് നേരം ഉറങ്ങാമെന്ന് കഴിഞ്ഞ് ഇങ്ങനെ റൂമിലേക്ക് വന്നു. ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വൈകുന്നേരം അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഉത്സവം നടക്കുകയില്ല അമ്പലത്തിൽ, എന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ നേരത്തെ അങ്ങനെ ഞങ്ങളൊക്കെ കുളിച്ച് അമ്പലത്തിലേക്ക് എത്തി കേട്ടോ. അമ്പലത്തിലാണെങ്കിൽ ആ സമയത്ത് എഴുന്നള്ളത്ത് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഴുന്നള്ളത്തൊക്കെ കണ്ടതിന് ശേഷം ഞാനും അമ്മയും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അവിടെ അമ്പലത്തിൽ ചായ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ പോയി വാങ്ങിച്ചു കേട്ടോ. കൂട്ടത്തിൽ തന്നെ ഇത് കഴിക്കാനുള്ള ഈ വൻപയറും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള നല്ല രസമുണ്ട്, മധുരമൊക്കെ ഉള്ള. അതൊക്കെ കഴിച്ചതിന് ശേഷമായിരുന്നു തിരുവാതിര കളി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം ആ തിരുവാതിര കളിയും കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനത്തെ തിരുവാതിര ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് കൃഷ്ണനൊക്കെ വന്ന് ഡാൻസ് കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ചിരിക്കും കേട്ടോ.